ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള താരകുടുംബങ്ങളിൽ ഒന്നിൽ ജനിച്ചിട്ടും സ്വന്തം കഠിനാധ്വാനവും വേറിട്ട നിലപാടുകളും കൊണ്ട് തന്റെ വഴി വെട്ടിത്തുറന്ന പ്രതിഭയാണ് ശ്രുതി ഹാസൻ. ലോകനായകൻ കമൽഹാസന്റെയും പ്രശസ്ത നടി സരികയുടെയും മകളായ ശ്രുതിക്ക് സിനിമാ ലോകം ചുവപ്പുനാട വിരിച്ച് കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ പ്രശസ്തിയുടെ തണലിൽ വിശ്രമിക്കുന്നതിന് പകരം സ്വയം ഒരു വ്യക്തിത്വമായി വളരാനാണ് അവർ ആഗ്രഹിച്ചത്. ഒരു വ്യാഖ്യാന താരത്തിന്റെ മകളായി ജനിക്കുക എന്നത് വലിയൊരു ഭാഗ്യമായി പലരും കാണുമ്പോൾ ശ്രുതി ഹാസൻ അതിനെ ഒരു വെല്ലുവിളിയായാണ് കണ്ടത്. കുട്ടിക്കാലം മുതൽക്കേ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും അനാവശ്യ ശ്രദ്ധ തന്റെ മേൽ പതിയാൻ അവർ ആഗ്രഹിച്ചില്ല. സാധാരണ കുട്ടികളെ പോലെ കളിച്ചും ചിരിച്ചും നടക്കാനായിരുന്നു അവർക്ക് താല്പര്യം. ചെന്നൈയിലെ സ്കൂൾ പഠനകാലത്ത് താൻ അനുഭവിച്ച കൗതുകകരമായ ഒരു രഹസ്യം ശ്രുതി പിന്നീട് മാധ്യമപ്രവർത്തകൻ സുധീർ ശ്രീനിവാസനുമായുള്ള അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. സ്കൂളിൽ ചേരുമ്പോൾ തന്റെ യഥാർത്ഥ പേരും പിതാവിന്റെ സൂപ്പർ സ്റ്റാർ പദവിയും അവർ മറച്ചുവെച്ചു. പൂജ രാമചന്ദ്രൻ എന്ന വ്യാജപ്പേരിലായിരുന്നു സ്കൂൾ രേഖകളിൽ ശ്രുതി അറിയപ്പെട്ടിരുന്നത്. ഔദ്യോഗിക രേഖകളിൽ പിതാവിന്റെ പേര് ഡോക്ടർ രാമചന്ദ്രൻ എന്നും നൽകി. തന്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളോ അധ്യാപകരോ താൻ കമൽഹാസന്റെ മകളാണെന്ന് അറിയരുതെന്ന് ശ്രുതിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒരു സെലിബ്രിറ്റിയുടെ മകളെന്ന പരിഗണനയോ ആനുകൂല്യങ്ങളോ സ്കൂളിൽ ലഭിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ആളുകൾ തന്നെ സ്നേഹിക്കേണ്ടതും തന്നോട് സൗഹൃദം സ്ഥാപിക്കേണ്ടതും തന്റെ അച്ഛന്റെ പേര് നോക്കിയാകരുത്, മറിച്ച് തന്റെ സ്വഭാവം കണ്ടിട്ടാകണമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. സ്റ്റാർ കിഡ് എന്ന ലേബലിൽ നൽകുന്ന വലിയ മാധ്യമ സമ്മർദ്ദങ്ങളിൽ നിന്നും അനാവശ്യമായ ഗോസിപ്പുകളിൽ നിന്നും മാറി നിൽക്കാൻ ഈ അപരനാമം ശ്രുതിയെ സഹായിച്ചു. തന്റെ ഈ കടുത്ത തീരുമാനം കാരണം യാതൊരുവിധ ബാഹ്യ ഇടപെടലുകളും ഇല്ലാതെ തികച്ചും സാധാരണമായൊരു സ്കൂൾ ജീവിതം ആസ്വദിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്നും ശ്രുതി കൃതജ്ഞതയോടെ ഓർക്കുന്നു. മിക്ക താരപുത്രന്മാരും പുത്രിമാരും സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും അഭിനയത്തിലേക്ക് തിരിയുമ്പോൾ ശ്രുതി തന്റെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകി. കേവലം ഗ്ലാമർ ലോകത്ത് ഒതുങ്ങിക്കൂടാൻ അവരുടെ ഭൗതിക താല്പര്യങ്ങൾ അനുവദിച്ചില്ല. സ്കൂൾ പഠനത്തിന് ശേഷം അവർ മുംബൈയിലേക്ക് മാറുകയും അവിടുത്തെ പ്രശസ്തമായ സെന്റ് ആൻഡ്രൂസ് കോളേജിൽ ചേരുകയും ചെയ്തു. അവിടെ സൈക്കോളജിയാണ് അവർ പ്രധാന വിഷയമായി തിരഞ്ഞെടുത്തത്. മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ചും പെരുമാറ്റങ്ങളെക്കുറിച്ചുമുള്ള പഠനം അവരുടെ ലോകവീക്ഷണത്തെ ഏറെ സ്വാധീനിച്ചു. കലയോടുള്ള അഭിനിവേശത്തോടൊപ്പം തന്നെ വായനയിലും അറിവ് സമ്പാദിക്കുന്നതിലും ശ്രുതി എന്നും മുന്നിലായിരുന്നു. ഈ മനഃശാസ്ത്ര പാഠമായിരിക്കാം പിൻകാലത്തെ ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളെ പോലും തികഞ്ഞ മാനസിക പക്വതയോടെ നേരിടാൻ ശ്രുതിയെ പ്രാപ്തയാക്കിയത്. ശ്രുതി ഹാസൻ ഒരു മികച്ച നടിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അഭിനയത്തെക്കാൾ മുൻപേ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സംഗീതമാണ്. യഥാർത്ഥത്തിൽ ഒരു ഗായികയാകാനായിരുന്നു ശ്രുതിക്ക് കൂടുതൽ താല്പര്യം. വെറും 6-ാം വയസ്സിൽ അവർ പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചു. ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ കമൽഹാസൻ തകർത്തഭിനയിച്ച തേവർമകൻ എന്ന ചിത്രത്തിലാണ് ശ്രുതി ആദ്യമായി പാടിയത്. 6-ാം വയസ്സിലെ ആലാപനം ശ്രുതിയിലെ സംഗീത പ്രതിഭയുടെ തുടക്കമായിരുന്നു. സംഗീതത്തെ കൂടുതൽ ഗൗരവമായി സമീപിക്കാൻ തീരുമാനിച്ച ശ്രുതി USA പ്രശസ്തമായ മ്യൂസിഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പാശ്ചാത്യ സംഗീതത്തിൽ ഉപരിപഠനം നടത്തി. പിൻകാലത്ത് ദി എക്സ്റ്റാസിസ് എന്ന പേരിൽ ഒരു ബ്രാൻഡ് രൂപീകരിക്കാനും ശ്രുതി മുൻകൈയെടുത്തു. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ അവർ ആലപിക്കുകയും ചില ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തു. ശ്രുതിയുടെ നായികയായുള്ള അരങ്ങേറ്റം 2009 പുറത്തിറങ്ങിയ ലക്ക് എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇമ്രാൻഖാൻ നായകനായി ഈ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ ശ്രുതിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് അവർ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരുന്നു എന്നതാണ് വാസ്തവം. കമൽഹാസൻ രചനയും സംവിധാനം നിർവഹിച്ച് 2000 പുറത്തിറങ്ങിയ വ്യാഖ്യാത ചിത്രം ഹേറാം എന്ന സിനിമയിൽ ശ്രുതി ഒരു ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മകളുടെ വേഷത്തിലാണ് താരം അന്ന് അതിഥി താരമായി എത്തിയത്. പിന്നീട് തമിഴിൽ സൂര്യയ്ക്കൊപ്പം 7-ാം അറിവ്, ധനുഷിനൊപ്പം 3 തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ തെന്നിന്ത്യൻ മുൻനിര നായികയായി ഉയർന്നു. പവൻ കല്യാൺ, മഹേഷ് ബാബു, പ്രഭാസ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ നായികയായി തെലുങ്കിലും ശ്രുതി തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ശ്രുതിയുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും പാകപ്പെടുത്തിയതിൽ മുംബൈ നഗരത്തിനും വലിയൊരു പങ്കുണ്ട്. കമൽഹാസനും അമ്മ സരികയും വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ അത് ശ്രുതിയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. മാതാപിതാക്കളുടെ വേർപിരിയലിന് ശേഷം ശ്രുതി മുംബൈയിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചു. ചെന്നൈയിലെ വലിയ കൊട്ടാര സാദൃശ്യമായ അന്തരീക്ഷത്തിൽ നിന്നും സുരക്ഷിതത്വത്തിൽ നിന്നും മാറി മുംബൈയിലെ തിരക്കേറിയ ജീവിതത്തിലേക്ക് മാറിയത് ശ്രുതിക്കൊരു പുതിയ അനുഭവമായിരുന്നു. എന്നാൽ ഈ മാറ്റത്തെ അവർ പോസിറ്റീവായാണ് സ്വീകരിച്ചത്. അച്ഛന്റെ പ്രശസ്തിയുടെ വലിയൊരു നിഴൽ ചെന്നൈയിൽ എപ്പോഴും ശ്രുതിക്കുമേലുണ്ടായിരുന്നു. മുംബൈയിൽ എത്തിയതോടെ ആ നിഴലിൽ നിന്ന് മോചനം ലഭിക്കുകയും സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയുകയും ചെയ്തു. ഒറ്റയ്ക്ക് ജീവിക്കാനും സ്വന്തം കാര്യങ്ങൾ സ്വയം മാനേജ് ചെയ്യാനും മുംബൈ ജീവിതം ശ്രുതിയെ പഠിപ്പിച്ചു.
സിനിമാ തിരഞ്ഞെടുപ്പുകളിലും സംഗീത ആൽബങ്ങളിലുമെല്ലാം സ്വന്തം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ കാലഘട്ടം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ശ്രുതി ഹാസൻ എന്ന വ്യക്തിയെ മറ്റു നടിമാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും അവരുടെ തുറന്നു പറച്ചിലുകളാണ്. പലരും ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് പ്രണയ തകർച്ചയാകട്ടെ, മാനസിക സമ്മർദ്ദമാകട്ടെ, അല്ലെങ്കിൽ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ളതാകട്ടെ, ശ്രുതി എപ്പോഴും തുറന്ന് സംസാരിക്കാറുണ്ട്. അടുത്ത കാലത്ത് വിവാഹം, കുടുംബം എന്നിവയെക്കുറിച്ച് ശ്രുതി നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയായിരുന്നു. തനിക്ക് വിവാഹം എന്ന ആശയത്തോട് കടുത്ത ഭയമാണെന്നാണ് താരം വെളിപ്പെടുത്തിയത്. ഒരു സ്വതന്ത്ര വ്യക്തിയായിരിക്കാൻ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ചിന്തകളെയും സ്വാതന്ത്ര്യത്തെയും ഒരു ഔദ്യോഗിക കടലാസിലൂടെ മറ്റൊരാളുമായി നിയമപരമായി ബന്ധിപ്പിക്കുക എന്ന ചിന്ത എന്നെ ശരിക്കും ഭയപ്പെടുത്തുന്നു. വിവാഹ ജീവിതം നൽകുന്ന കിട്ടുപാടുകളെക്കാൾ സ്വന്തം സ്വാതന്ത്ര്യത്തിനാണ് ശ്രുതി മുൻഗണന നൽകുന്നത്. എന്നാൽ അതേസമയം തന്നെ മാതൃത്വത്തോട് അവർക്ക് പോസിറ്റീവായ സമീപനമാണ് ഉള്ളത്. അമ്മയാകാൻ ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കിയ ശ്രുതി പക്ഷെ ഒരു സിംഗിൾ മദർ ആകാൻ താല്പര്യമില്ലെന്നും കൂട്ടിച്ചേർത്തു. കുട്ടിയുടെ വളർച്ചയിൽ അച്ഛൻ്റെയും അമ്മയുടെ സാന്നിധ്യം പ്രധാനമാണെന്ന ബോധ്യവും അവർക്കുണ്ട്. പിതാവ് കമൽഹാസനെ പോലെ തന്നെ കലയോടുള്ള അടങ്ങാനാവാത്ത അഭിനിവേശവും ജീവിതത്തോടുള്ള തത്വധിഷ്ഠിത സമീപനവും ശ്രുതി ഹാസനും പാരമ്പര്യമായി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ പാരമ്പര്യത്തിന്റെ പേരിൽ ഒരിടത്തും അവർ മുൻഗണന ചോദിച്ചു വാങ്ങിയില്ല. സ്കൂളിലെ പൂജ രാമചന്ദ്രൻ എന്ന വ്യാജപ്പേരിൽ തുടങ്ങി ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ധീരയായ സ്വന്തം കാലിൽ നിൽക്കുന്ന ശ്രുതി ഹാസൻ വരെയുള്ള അവരുടെ യാത്ര കഠിനാധ്വാനത്തിന്റെ കഥയാണ്.